അമ്മയുടെ കൊണ്ടുകൊടുക്കണം. അമ്മയുടെ കുഞ്ഞായി അമ്മയുടെ ശമ്പളം കൊണ്ടുകൊടുക്കുക. എന്നെയും വേണ്ട. 2 ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി നേരത്തെ അവസാനം ഞാൻ എൻ്റെ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അതുണ്ടാവരുത് അവിടെ. അപ്പൊ അതിനെന്ത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം. അവിടെ അന്നും കുളിച്ചതാ, അവിടെ ട്രീറ്റ്മെന്റ് നടത്തിയതാ, ആ വാർഡ് ഉപയോഗിച്ചതുവാ. അപ്പൊ പിന്നെ അവർ പറയുന്നതിനകത്ത് തന്നെ കാര്യമുണ്ട്. ഉപയോഗിക്കുന്ന കെട്ടിടം ഒരു 10-15 ബെഡും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉപയോഗിക്കുന്ന കെട്ടിടം തന്നെ ആയിരുന്നത്. നിങ്ങൾ 1-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പോൾ മുതൽ അവിടെയായിരുന്നു? ഞങ്ങൾ 1-ാം തീയതി ചെല്ലുമ്പോൾ അവിടെ ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കില്ലേ? അല്ല, നിങ്ങൾ ഉപയോഗിച്ചിരുന്നോ ഈ കെട്ടിടത്തിൽ ബാത്റൂം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ കുളിയൊക്കെ അവർ അവിടെ ചെയ്യും. എനിക്ക് പറ്റത്തില്ല, ലേഡീസാ. അപ്പൊ ആ വാർഡ് പിന്നെ വനിതാ വാർഡായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞാൻ പുറത്താണ് ഇതെല്ലാം കഴിയുന്നത്. ഭാര്യയും മക്കളും ഒക്കെ അതിനകത്ത് അവിടെ ഉണ്ട്. ഒന്നും പറഞ്ഞില്ല. അവിടെ നിരന്തരം അവിടെ വന്ന് ഡോക്ടർ അവിടുന്ന് വരികയൊക്കെ ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് ആ വാർഡ്. അവിടെ ഏത് സമയത്തും ആളുണ്ട്. ചെരുപ്പിട്ട് കയറത്തിൽ ഐസിയുമായിരിക്കും. അങ്ങനെയുള്ള ഒരു വാർഡാണ്. അവിടെ രാവിലെ ഈ പറയുന്ന രീതിയിൽ ബാത്റൂമിലൊക്കെ പോയി ആൾക്കാർ കുളിക്കുകയും നനയ്ക്കുകയൊക്കെ ചെയ്യുന്നതാ. അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു. സാധാരണക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് പറഞ്ഞ മെഡിക്കൽ കോളേജിലുള്ള സംവിധാനം. ഈ സംവിധാനത്തിലുണ്ടായ ഒരു പാകപ്പിഴ അത് മൊത്തത്തിൽ അല്ല, ഇവരിത് പറഞ്ഞത് അവിടെ അങ്ങനെ ഉപയോഗിച്ചില്ല, വേസ്റ്റ് ഇടുന്നതാണ് ഈ ബാത്റൂം. അത് ശരിയല്ലല്ലോ. നിങ്ങൾക്കറിയാവുന്നല്ലോ. നിങ്ങൾ ആ റിപ്പോർട്ടൊക്കെ പിടിച്ചില്ലയോ? അവിടെയുള്ള ആൾക്കാരുടെ വാർഡിൽ കിടന്ന ആൾക്കാരുടെ റിപ്പോർട്ട് നിങ്ങൾ പിടിച്ചില്ലയോ? അത് ഉപയോഗിക്കുന്ന അവിടെ കിടന്ന ആൾക്കാരുണ്ട്. ആ ബെഡിൽ കിടന്ന ഏതാണ്ട് 10-15 ആൾക്കാർ, വയ്യാത്ത ആൾക്കാർ, ഓപ്പറേഷൻ ചെയ്യാറുണ്ട്, ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒക്കെയുണ്ട്. രാവിലെ എന്റെ മോളും രാവിലെ എന്റെ ഭാര്യ കൊണ്ട് കുളിപ്പിച്ചയാ. എന്റെ മോള് അവിടെ തന്നെ ആ ബാത്റൂമിൽ എന്റെ ഭാര്യയെ കൊണ്ട് കുളിപ്പിച്ച് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പുറത്താ കിടക്കുന്നത്. എന്നെ വിളിക്കുകയായിരുന്നു. ഞാൻ ചെല്ലുമ്പം ഇവര് കുളിച്ചൊക്കെ റെഡിയാക്കി മോളെ കുളിപ്പിച്ചിട്ട് ഇവരും കുളിച്ചിരിക്കുക. എന്റെ ഭാര്യ അന്നൊന്നും മരിച്ചിട്ടില്ല. ഇത് 11-10 എനിക്കറിയത്തില്ല സമയം. ആ സമയത്തങ്ങളിലല്ലേ ഇത് ഇടിയുന്നത്. അപ്പൊ രാവിലെ ഇതെല്ലാം കുളിച്ച് നല്ല കൃത്യമായിട്ട് നിൽക്കുക. അത് ഉപയോഗിച്ചിട്ടില്ല, അത് ആ വാർഡ് നമ്മൾ എടുത്തിട്ടില്ലെന്നൊക്കെ പറയുമ്പം ആരെ പറ്റിക്കാനത്? എവിടെ? ബിന്ദു മാത്രമല്ല, ആ വാർഡിൽ കിടക്കുന്നത് മൊത്തം ആ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. 10-15 പേര് കിടക്കുന്ന ബെഡുള്ളത് ഒരു വാർഡില് ഉപയോഗിക്കുന്ന ബാത്റൂം അവർക്കുള്ളതാണ്. ഒന്നും സംസാരിച്ചില്ല. ഞങ്ങളുടെ അടുത്ത് മന്ത്രി തലത്തിലോ അവിടുത്തെ ഉദ്യോഗസ്ഥ തലത്തിലോ ഒന്നും ഞങ്ങളുടെ എന്റെ അടുത്തൊന്നും ഇല്ലില്ല. അവിടെ MLA വന്ന്, അത് അവിടെയും വന്ന് ആശ വൈക്കം. പിന്നെ പോയിട്ട് ചാണ്ടിയമ്മന വന്നേ. ആദ്യം ചാണ്ടിയമ്മൻ വന്ന്, പിന്നെ വാസവ സാറൊക്കെ വന്ന്. ഞാനത് അന്നേരം എനിക്ക് ടെൻഷൻ, ഒറ്റയ്ക്കാന്ന് എനിക്ക് അതിനോട് പോകാൻ പറ്റത്തില്ല. പിന്നെ തിരുവനന്തപുരം ആകാശനുണ്ടായ സാറുണ്ടായിരുന്നു. പിന്നെ അതൊന്നുമില്ല. അങ്ങനെയുള്ളവര് നമുക്ക് അങ്ങനെ ഒരു ആശ്വാസ വാക്ക് ഇവരെ ഉണ്ടായിട്ട് തന്നിട്ടില്ല. ഒന്നും പറ്റത്തില്ല. ഞാൻ സർക്കാരിന്റെ ഭാഗത്ത് എന്താന്ന് വെച്ചാൽ അവര് ചെയ്യട്ടെ. ഞാൻ അതിനെ ബലം പിടിക്കാനും ഞാൻ പോകുന്നില്ല. ഇപ്പൊ കണ്ടില്ലേ, നിങ്ങൾ കണ്ടല്ലോ ഈ വീടിന്റെ പരിസരവും കാര്യങ്ങളും കണ്ടോ. പിള്ളേരുടെ കാര്യം, 2 പിള്ളേരുടെ കാര്യം അതോഗതിയായി. എനിക്കതേ പറയാനുള്ളൂ. എനിക്ക് വല്ലപ്പോഴും ഒക്കെ ഉള്ള പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ഒരു ജീവിതത്തിൽ അവളാണ് ഈ തള്ളി നീക്കിയത്. ഞാൻ അതിന്റെ ഭാഗം മാത്രമേ ഉള്ളൂ. എന്റെ ഭാര്യയാണ് ഇത് തള്ളി നീക്കി പിള്ളേരെ ഈ പരുവത്തിലാക്കി. നേഴ്സിംഗ് പഠിപ്പിക്കാൻ ഒറ്റ കാരണം എന്റെ ഭാര്യ ബിന്ദുവാ. ഇല്ലാത്ത പൈസ മുടക്കി ഇതൊക്കെ ഒപ്പിച്ചതും എന്റെ ഭാര്യ തന്നെ. ഈ ലോണിനൊക്കെ പോയി കട്ടപ്പിടിയും വഴിയും പോയി ഒക്കെ ചെയ്യുന്നത് എന്റെ ഭാര്യ തന്നെ. എല്ലാം അവള് തന്നെ. ഞാനത് ആള് മാത്രമേ ഉള്ളൂ അവിടെ. അത് അവരിന്നലെ വന്നവർ പറഞ്ഞ് മകളുടെ ചികിത്സ നമ്മുടെ ഇഷ്ടപ്രകാരം മെഡിക്കൽ കോളേജുകാർ നടത്താമെന്നാ പറഞ്ഞ് ഓപ്പറേഷൻ. ബാക്കിയുള്ള കാര്യങ്ങൾ അവര് കൂടി ആലോചിച്ച് ചെയ്യാന്ന ഇവിടെ അവർ പാർട്ടി എന്ന് പറഞ്ഞത് വന്നായിരുന്നവര്. എന്തായാലും ചികിത്സാ കാര്യങ്ങൾ അവർ മെഡിക്കൽ കോളേജുമായിട്ട് എത്രയും പെട്ടെന്ന് നടത്താം. അത് എന്റെ സൗകര്യത്തിന്, നമ്മുടെ സൗകര്യത്തിന് നടത്താമെന്ന് അവർ പറഞ്ഞ്. എപ്പോൾ വേണമെങ്കിലും നടത്താം. കടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിലവിൽ 50 ഉണ്ട്. അത് പല വഴിക്ക് 50. അത് 50 എന്ന് പറയുന്ന കൊച്ചിനെയും ചെറുക്കനെയും പഠിപ്പിച്ചല്ലോ. ഇത് ബാങ്കിൽ വായ്പ 5 ലക്ഷമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് എല്ലാ സ്വർണ്ണമൊക്കെ അതിന് എനിക്ക് കൃത്യമായിട്ട് രേഖ പറയാതെ ഇതെല്ലാം പ്രമാണമൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെയാണ് ഇത് നീക്കിക്കൊണ്ടിരുന്നത്. എല്ലാം നോക്കിയിരുന്ന അവള് തന്നെ. എല്ലാം നോക്കിയത്, ഈ വീട് നോക്കിയത് അവള് തന്നെ. അമ്മയൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ പ്രായം അമ്മ ഇരിക്കുക. അതിനെല്ലാം ഞങ്ങൾ തരണം ചെയ്ത ബിന്ദു തന്നെ. ₹300 ഉള്ളു ദിവസം കിട്ടുന്നത്. അതിനകത്ത് 50 രൂപ പുള്ളിക്കാരത്തി കാല് വയ്യാത്തോണ്ട് രാവിലെ അങ്ങോട്ട് ഓട്ടോയിലാണ് പോകുന്നത്. പിന്നെ പോയിട്ട് 250 രൂപയാണ് അതിന് വരുമാനം കിട്ടുന്നത്. ഈ 250 രൂപത്താണ് ഇതെല്ലാം ഒപ്പിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് വാസവും വരും, എന്റെ അമ്മയ്ക്ക് വരും ഒക്കെ ഇതിനകത്ത്. നിങ്ങൾ കണ്ടില്ല വീട് കണ്ടോ കിടക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയെന്നൊരുമാണ് 2.5 സെന്റ് ബസ്സേ ഉള്ളത്. തീർച്ചയായും അവരുടെ അങ്ങനെയുള്ള ആൾക്കാരെ കയറ്റി കിടത്തരുതെന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. നാളെ മറ്റുള്ള ആൾക്കാർക്ക് ഇത് ഉണ്ടാവരുത്. ഇപ്പൊ ഞാൻ കരയുന്നതുകൊണ്ട് തന്നെ വേറൊരു അച്ഛൻ്റെ ഇരുന്ന് കരയത്തില്ലയോ, അല്ലെങ്കിൽ അവർ അമ്മ ഇരുന്ന് കരയത്തില്ല, അല്ലയോ? നമ്മൾ അങ്ങനെ മനുഷ്യ സ്നേഹികളാണ്, അങ്ങനെ തന്നെയൊക്കെ ചിന്തിക്കത്തുള്ളൂ.
നാളെ ആർക്കൊന്നും ഉണ്ടാവരുത്. ഞാൻ അവിടെ വെച്ച് മെഡിക്കൽ കോളേജ് വെച്ച് റിപ്പോർട്ട് ചാനലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് തന്നെ, നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്, ഞങ്ങളുടെ കാര്യം പോട്ട്, ഇത് പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്നാ ചെയ്യും? ഇനി വല്ലവരെയും നമ്മൾ കുറ്റം പറഞ്ഞ മന്ത്രിയോ അല്ലെങ്കിൽ ആശുപത്രിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അനാസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ ഒരു വണ്ടി വരാനുള്ള സൗകര്യം ഇല്ലായിരുന്നു, അത് ശരിയാണ്. അവിടെ വരുന്ന JCB വരുന്ന ഒരു സ്ലാബ് മാറ്റണമെങ്കിൽ അവിടെ അങ്ങനെ റാമ്പിലിരിക്കുക, നിങ്ങൾക്കറിയാമല്ലോ, അതിന്റെ റാമ്പിലായിരിക്കുന്നത്, അപ്പോൾ അവിടെ കയറാൻ പാടാ. പിന്നെ ആരാണ്ട് പറഞ്ഞതനുസരിച്ച് അതിന്റെ അടിക്ക് ആളുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ JCB വന്ന ആളൊക്കെ വന്ന് കുത്തി നോക്കിയിട്ട് അങ്ങനെ എടുത്തത്. എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴും ഇതിന്റെ അടിയിൽ ആളുണ്ടെന്നുള്ള കാര്യം. ഞാൻ വിചാരിച്ച് ഇത് ഇറങ്ങി ഓടി ഈ വാർഡിൽ കിടന്ന ആൾക്കാർ ഓടി ഓടുന്നത് എന്റെ ഭാര്യ ഓടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. മിസ്സായെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഞാൻ പറക്കം മാഞ്ഞു കിടക്കി, എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ഈ സ്ലാബിന്റെ അടി വളരെ ജീവശവമായിട്ട് എന്ത് വേദന സഹിച്ചാണ് അവിടെ കിടക്കുന്നത്. നാളെ ഇങ്ങനെ ആർക്കും ഉണ്ടാവരുത്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഇപ്പൊ ചാനലുകാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ എല്ലാവരും കൂടി ഇതിന്റെ പരിഹാരം ഉണ്ടാക്കി തരണം. അത് ഗവൺമെന്റുമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഏത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പൊ ഇതാ ഒന്നും വിളിച്ചില്ല, അങ്ങനെയുള്ളൊരു ഇടപെടലൊന്നും അവർ നടത്തിയില്ല. അവർ തെരഞ്ഞു പിടിച്ച് നോക്കണ്ടേ ഇല്ലയോ? അതിന് ആൾ വന്നിട്ടുണ്ടോ, അവിടെ ഭർത്താവുണ്ടോ, അവിടെ ആര് ബന്ധുക്കളുണ്ടോ, അതൊക്കെ നോക്കണ്ടേ ഇല്ലയോ? ആ ഭാഗത്ത് നിന്ന് അവർ ഒന്നും ഉണ്ടായില്ല, ഒന്നും വിളിച്ചില്ല, ഒരു ഭാഗം വിളിച്ചില്ല. പിന്നെ അവര് ആശുപത്രിക്കാർ വിളിക്കണ്ടേ, ഈ ഭരിക്കുന്ന ആൾക്കാർ വിളിക്കണ്ടേ, അവിടെ എന്താ പറ്റിയെന്നുള്ള അവര് എന്നിട്ട് നമ്മളെ കുറ്റപ്പെടുത്തി അത് ഉപയോഗിച്ചിട്ടില്ലെന്ന്. അത് ശരിയായ നടപടിയാണോ? നിങ്ങളുടെ ഈ ചാനൽ TV ഈ നിങ്ങളുടെ ഈ മീഡിയ വഴി അത് അവര് പറഞ്ഞു കേട്ടല്ലേ? നിങ്ങള് അവിടെ കിടന്ന വാർഡിൽ കിടന്ന ആൾക്കാർ പറഞ്ഞു തന്നെ ഞങ്ങൾ ഇവിടെ കിടന്നതാ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതായിരുന്നു, ഈ ബാത്റൂം ഉപയോഗിച്ചിട്ടിരുന്നതാ, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എന്റെ മോളെ അന്നും രാവിലെ കുളിച്ച് എന്റെ ഈ മരിച്ച ഭാര്യയും കുളിച്ച എവിടാ? ആ ബാത്റൂമിലാ. അപ്പൊ രാവിലെ എല്ലാരും കുളിക്കുക അവിടെ കിടക്കുന്നവര് ആ വാർഡില്. എന്നിട്ട് അവര് പറഞ്ഞു ഇത് വേസ്റ്റ് ഇടുന്ന സാധനമെന്ന് പറഞ്ഞാൽ വരെ അംഗീകരിക്കുമോ? കടബാധ്യതയൊക്കെ ഉണ്ട് സാറേ, എല്ലാം ഉണ്ട്, ഒരുപാടുണ്ട് കടബാധ്യത. പഞ്ചായത്ത് കിട്ടിയത് അതൊക്കെ അങ്ങനെ കിടക്കേണ്ട, പകുതി തേച്ച് അതൊക്കെ ഒന്നും ആയില്ല. അത് അന്നത്തെ കാലത്തെങ്ങാണ്ട് 35,000 രൂപ അന്ന കാലത്ത്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്. വീട് കിട്ടിയിട്ടുണ്ട് 10-15 വർഷത്തിന് മേലെ, അന്ന് അത്രേ ഉള്ളു. ഇന്നിപ്പോ സാധനത്തിന് വില കൂടി ഇപ്പം വലിയ എമൗണ്ടാണ് അത് കിട്ടുള്ളൂ. അതൊക്കെ അടച്ചു തീർത്തന്നെ വീടൊക്കെ കിടക്കുന്നതല്ലേ. മൊത്തത്തിലൊരു തകർച്ചയായി. ഞാൻ എന്നാ ചെയ്യണമെന്ന്, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നല്ലോ അവിടെ, എൻ്റെ കൂടെ ആരും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇതിനൊക്കെ ഓടുമായിരുന്നു, എൻ്റെ കുഞ്ഞിനെയും കാണാനില്ല, ഭാര്യയും കാണാനില്ല, നെട്ടോട്ട് ഓടുമായിരുന്നു. ഞാൻ എല്ലാവരും തിരക്കുമായിരുന്നു, ആ വാർഡിൽ കിടന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഓടിയാണ് തിരക്കുമായിരുന്നു. അന്നേരം പറഞ്ഞ കൊച്ചു തേര് അവിടെ ഇരിപ്പുണ്ട്, അങ്ങനെ അവരാ കൊണ്ട് കാണിച്ചു തന്നെ. അവിടെ വാർഡിൽ കിടന്നവർ ഓടുമായിരുന്നല്ലോ, കെട്ടട ഇടിയെന്നൊന്നും പറഞ്ഞ് അവിടെ നിന്നുള്ളവര്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ അവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ 10-15 ബെഡിൽ ആൾക്കാർ കിടക്കുക, വയ്യാത്ത ആൾക്കാരും സർജറി കിടന്ന ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഒക്കെ കിടക്കുക. അവർ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് അവരുടെ ജീവൻ അതിന്റെ കൂടുതൽ എന്റെ കൊച്ചിനെയും കൂടെ കൊണ്ടുപോയി. ഭാര്യയെ കണ്ടില്ല, അവർക്ക് കൊച്ചിനും അറിയത്തില്ല ഭാര്യയോടെ പോയെന്ന്. ബാത്റൂമിൽ പോയ മുഖം കഴുകാൻ അങ്ങോട്ട് പോയെന്നാ ഈ കൊച്ചു പറഞ്ഞ്. അപ്പോഴാണ് ഇത് ഇടിയുന്നത്. അപ്പോഴും തെരച്ചിൽ നടത്തിയായിരുന്നെങ്കിൽ ചിലപ്പം ജീവനോട് കിട്ടിയേനെ. പക്ഷെ അന്നേരവും തെരച്ചിൽ നടത്തിയില്ലല്ലോ. ഇവര് അപ്പോഴും പറയുന്ന കള്ളത്തര പറഞ്ഞ് എന്നാ ഇത് ഉപയോഗിക്കുന്നില്ല അല്ലയോ? ഇത് ഉപയോഗിച്ചില്ല, അവിടെ ആരും കുളിച്ചില്ല, അത് നമ്മൾ ഉപയോഗിക്കാത്തതാണ്. അവരത് പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മളില്ലാത്ത കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായും അവർ കാര്യമായിട്ട് അന്വേഷിക്കാതെ അവരെന്നെ അങ്ങനെ പറഞ്ഞെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ എന്നാ പറഞ്ഞേ? ആശുപത്രിയുടെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന് പറയാനാണോ അങ്ങനെ പറഞ്ഞേ? അല്ല, അത് അങ്ങനെ തന്നെ, അത് വീഴ്ചയില്ലാതാക്കാൻ വേണ്ടി അവരത് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെ ഉള്ള കിടന്ന ആൾക്കാരുടെ നിങ്ങൾ മൊഴിയൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? അവരെന്നാ പറഞ്ഞേ? ഞാൻ കേട്ടോണ്ടിരിക്കുക ഒരു ചേച്ചി അലമുറയിട്ട് പറയുന്നത്, ഞങ്ങൾ അവിടെ കിടന്ന രാവിലെ ഞങ്ങൾ കുളിക്കാൻ പോയതാ, ഞങ്ങളെല്ലാം ചെയ്തതാ, അവിടെ അഡ്മിറ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ. ഇല്ല, അങ്ങനെ ഇന്നലെ വന്ന് പറഞ്ഞ് അവർ ബോർഡ് കൂടി തീരുമാനിക്കാന്നാ പറഞ്ഞത്. ഇപ്പം മുഖ്യമന്ത്രിയും അവിടുത്തെ പിന്നെ സൂപ്രണ്ടും എല്ലാവരും കൂടി ഒരു തീരുമാനത്തിലെത്താം. അവർ ഇന്നലെ മുഖ്യമന്ത്രി അവിടെ വന്നായിരുന്നു. മുഖ്യമന്ത്രി ഇന്നലെ അവിടെ വന്ന് എന്നെ കാണാനൊന്നും വന്നില്ല. അവിടെ കണ്ട് പറഞ്ഞ അവിടെ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു പുള്ളിക്ക്. അവിടെ വന്നപ്പോൾ ഈ സംഭവമൊക്കെ അറിഞ്ഞ് അപ്പൊ ഇവരിന്നലെ CPM-ന്റെ ആള് വന്ന് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ അനിൽകുമാർ സാറാ പുള്ളിക്കാർ ചാനലിൽ വരുന്നത്.
പുള്ളി വന്ന് പറഞ്ഞ് ഇതാണ് കൊച്ചിന്റെ ചികിത്സയുടെ കാര്യം, ഓപ്പറേഷനൊക്കെ നമുക്ക് ഉടനെ ചെയ്യാം, അത് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുക, അത് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് എന്നതിനാ, നമുക്ക് പോകാനൊക്കെ ഇല്ല, പോയില്ലയോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു മനുഷ്യത്വം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഉടനടി അതിനോട് ഓർഡർ കൊടുക്കും, അല്ലയോ? ഉടനടി ഒരു ഓർഡർ കൊടുക്കും. അല്ലെങ്കിൽ ആനയെ വെട്ടി കൊല്ലിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊല്ലിയോ ഒരു ജീവൻ പോകുമ്പം അതിന്റെ കൂട്ടത്തിൽ നിൽക്കണം, സർക്കാർ അതിന്റെ കൂട്ടത്തിൽ നിൽക്കണം. ഞങ്ങളെ ഈ കണ്ടില്ലയോ, ഞങ്ങൾ എങ്ങനെ വലിയ ധനസ്ഥിതിയുള്ള ആൾക്കാരാണ്. സർക്കാർ അതിന്റെ കൂട്ടത്തിൽ നിൽക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ചേച്ചിയുടെ വരുമാനത്തിനുണ്ട്. ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് മായ്ച്ച് ചേച്ചി കളയരുത്. ഏതാ 2 ദിവസം കഴിയുമ്പോൾ ഈ നിങ്ങളും പോയി ഞങ്ങളും പോയി ഏറ്റവും അവസാനം ഞാനും എൻ്റെ 2 കുഞ്ഞുങ്ങളേ ഉള്ളൂ, അതുണ്ടാവരുത് അവിടെ. അപ്പോൾ അതിനെന്ത് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവണം, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തീർച്ചയായും ഉണ്ടാവണം. ഇല്ല, ആരും വിളിച്ചില്ല. ഇല്ലില്ല, എൻ്റെ അടുത്ത് ഭാസ്കരൻ സാറൊക്കെ അവിടെ വന്നു, എൻ്റെ അടുത്ത് എന്നെ അറിയത്തില്ല, എല്ലാവരും ചോദിച്ചു പറഞ്ഞ് വരണ്ടായോ, ഇന്നാളെ ഭർത്താവ് അവിടെ ഉണ്ടല്ലോ, അവിടെ ചോദിച്ചാൽ മതി. ഞാൻ അവിടെ 3-4 ദിവസം കൊണ്ട് ഞാനുണ്ട് അവിടെ. അപ്പം ഞാനുണ്ടെന്ന് അവിടെ ഉള്ള എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം എന്നെ ഒന്ന് കാണണ്ടായോ, എന്നെ കണ്ടില്ല, ഞാൻ എനിക്ക് അതിനുള്ള മാനസികാവസ്ഥയില്ല. അറിഞ്ഞപ്പം തന്നെ ഈ ജീവൻ എൻ്റെ തടിയെന്ന് പോയത്. ഞാൻ അപ്പോഴും വിചാരിക്കും ഞാൻ പോയാൽ മതിയായിരുന്നു, ഇവള് പോരുത്. എന്നെ അന്വേഷിച്ചില്ല, അവരവരെ കാര്യം കഴിഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ ഈ ചാനൽ അതങ്ങ് പോകുമായിരുന്നു, ഒന്നും പറഞ്ഞില്ല. മന്ത്രിമാര് വാസവ സാറേ ഉള്ളായിരുന്നു, മറ്റൊരു വകുപ്പ് മന്ത്രി ഇല്ലായിരുന്നു. ഇന്ന് ഞാൻ കണ്ടില്ല. ഒന്നും ചെയ്തില്ല. ഒന്നുമില്ല. ഇല്ല, ആരും വിളിച്ചില്ല. സർക്കാർ തലത്തിൽ നിന്ന് ഒന്ന് രേഖാമൂലം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കാര്യങ്ങളൊക്കെ ആരാണ് നടത്തിയത്? അവിടുന്ന് നമ്മുടെ സ്വന്തം നിലയിലാണ് ഇതെല്ലാം ചെയ്തത്? ആ നില അത് എനിക്കൊന്ന് അവര് ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതെന്ന് എനിക്കൊന്ന്. മറ്റേ പോസ്റ്റ്മോർട്ടം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആശുപത്രിയായിട്ട് ബന്ധപ്പെട്ട് നടത്തിയതാണ് അന്ന് എനിക്ക് തോന്നുന്നു. നവനീത് എങ്ങനെ അവിടെ എത്തിയത്? നവനീത് ഇവിടെ ഒരു ചെറിയ ജോലി നിൽക്കുക, അവന് പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ എടപ്പള്ളി എന്ന് പറഞ്ഞിടത്ത് ഒരു ചെറിയ ജോലി നിൽക്കുകയായിരുന്നു. ഞാൻ വിളിക്കുകയായിരുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യ കാണാനില്ലടാന്ന് പറഞ്ഞപ്പോൾ അവൻ അവിടുന്ന് വരുമായിരുന്നു. ഞാൻ അപ്പോഴും വരെ അറിഞ്ഞില്ല, ഞാൻ മിസ്സിംഗ് ആണെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അടുത്താണ് നവനീത് ജോലി കയറിയത്? ഈ അടുത്ത ഒരു മാസമായി. ഇപ്പം ഇന്നലെ എന്നെ വിളിച്ചു, 1 മാസം ശമ്പളം ഞാൻ മേടിച്ച്. ഞാൻ അമ്മയുടെ കൊണ്ടുകൊടുക്കണം, അമ്മയുടെ കുഞ്ഞി ആദ്യം അമ്മയുടെ ശമ്പളം കൊണ്ടുകൊടുക്കണം, എന്നെ വേണ്ട.